ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയേറെ സ്വാദിഷ്ടമായിട്ടുള്ള സദ്യ സ്പെഷ്യൽ അവിയലായിട്ടാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. വെണ്ണീർപ്പൂവിൻ്റെ ഒരു 5 പച്ചക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ 10 പയറ്, മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റ്, പിന്നെ 200 ഗ്രാം ചേന, 2 പാവയ്ക്ക, 200 ഗ്രാം മത്തൻ, പിന്നെ 2 മുരിങ്ങക്കായ. ഇത്രയും വെജിറ്റബിൾസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി വെജിറ്റബിൾസ് എല്ലാം ഇതിലോട്ട് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ശേഷം ഇത് അടച്ചു വെക്കുകയാണ്. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ളൊരു അവിയൽ റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വെജിറ്റബിൾസ് ഒക്കെ എന്തായെന്നൊന്ന് തുറന്നു നോക്കുകയാണ്. കണ്ട കുക്കായിട്ട് വരുന്നേ ഉള്ളൂ. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി അവിയലിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് മിശ്ര ചെറിയ ജാറിലോട്ട് 7 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. പിന്നെ ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വരാം. ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് അരിഞ്ഞു പോകാൻ പാടില്ല, ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് വെജിറ്റബിൾസ് ഒക്കെ നല്ല പാകത്തിന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. വെജിറ്റബിൾസ് കുക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതൊന്നും അധികം വെന്തുടഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തിൽ കിട്ടണം. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ജാറ് കഴിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് തൈരാണ്. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് തൈരാണ് ചേർക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ്. ഇനി ഇതെല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കൂടുതൽ ബലം കൊടുത്തിട്ട് മിക്സ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 2-3 മിനിറ്റ് കൂടെ മാത്രം അടുപ്പിൽ വെച്ചാൽ മതി. ശേഷം ഇത് വാങ്ങി വെക്കാവുന്നതാണ്. ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള സദ്യ സ്പെഷ്യൽ അവിയൽ റെഡി. നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള അവിയലാണ്. കഴിക്കാൻ അടിപൊളി ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയിട്ട് ഒരു 1 വീക്കൊക്കെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇതൊരു 1 ഡേ ഒക്കെ പുറത്ത് വെച്ചിട്ട് പിന്നീടുള്ള ദിവസങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ശരിക്കും ഇത് ഇന്നും ഉണ്ടാക്കിയിട്ട് നാളെ കഴിക്കണം. അപ്പോഴാണ് റിയൽ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള സദ്യ സ്പെഷ്യൽ അവിയൽ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.